ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ചാനലിലെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. ഒരു പ്രോപ്പർ ലോങ് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് സാഹചര്യങ്ങളുണ്ട്, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. എനിവേ നമ്മളത് ഉടനെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ കാണുന്ന പോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. ഒന്നോ രണ്ടോ പേപ്പേഴ്സ് ഒന്നുമല്ല, നമ്മളിവിടെ 6 പാറ്റേൺ പേപ്പേഴ്സാണ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യണത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ആണെന്ന്. അപ്പോൾ ക്യൂട്ട്നെസ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രിഡ് ലൈൻസ് ആണ് മെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഇഷ്ടമുള്ള കളർ എടുക്കുക. ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. സ്കെച്ച് പെൻസ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടും ഈ ഒരു സംഭവം ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം ഞാൻ കരുതിയത് ഗ്രിഡ് ലൈൻസ് മാത്രമായിട്ട് ചെയ്യാനാണ്. പക്ഷേ എനിക്ക് എന്തോ ഒരു ക്യൂട്ട്നെസ് കുറവ് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ മെയിൻ ക്യൂട്ടായിട്ടുള്ള ടുലിപ്സും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ചിട്ടാണ് പാറ്റേൺ പേപ്പർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഡിസൈൻസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല ക്യൂട്ടാവും, കാണാൻ നല്ല രസമായിരിക്കും. ഈ പാറ്റേൺ പേപ്പേഴ്സ് ചെയ്യാനുള്ളത് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്. കുറേ ആയ ഒരു കുട്ടി പാറ്റേൺ പേപ്പേഴ്സ് ചെയ്യോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേടാ, സാറ്റർഡേ സൺഡേസ് വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നതെന്ന്. അപ്പോൾ തന്നെ ഞാൻ ഒരു 1 വീക്കുള്ള വീഡിയോസ് എല്ലാം എടുത്ത് വെക്കാറുണ്ടായിരുന്നു. സോ നിങ്ങളുടെ റിക്വസ്റ്റ് എല്ലാം പയ്യെ പയ്യെ ചെയ്യുന്നതായിരിക്കും. ഇനി അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാറ്റേൺ നോക്കാം. എനിക്ക് യെല്ലോ വിട്ടൊരു കളിയില്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പിന്നെ യെല്ലോ കളർ എടുക്കുക, ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതും ഗ്രിഡ് ലൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഞാൻ ഇതുപോലെ ആയിരുന്നു ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, പിൻട്രസ്റ്റിൽ കുറേ റെഫറൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ചെയ്തു വന്നതൊന്നും ആ എടുത്തു വെച്ച റെഫറൻസും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. എനിക്ക് അപ്പം എന്ത് തോന്നിയോ അതൊക്കെയാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹാർട്ടിൻ്റെ ഡിസൈൻ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് എല്ലാ പാറ്റേൺ പേപ്പേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ട്. കാരണം ഈ ഒരു യെല്ലോ കളർ ഡിസൈൻ മാത്രമാണ് ഫസ്റ്റ് കൊടുത്തത്. ആ ഒരു ഡിസൈൻ എന്തോ ഒരു ക്യൂട്ട്നെസ് കുറവില്ലേ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ച് ഹാർട്ട്സ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ എന്താണെന്ന് നോക്കാം. ഇത് സത്യത്തിൽ ഒരു വാശിപ്പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, മാർച്ച് ഫസ്റ്റ് വീക്കിൽ നമ്മളൊരു മന്ത്ലി പ്ലാനർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയുടെ തീമിലൊക്കെയാണ് നമ്മൾ അന്ന് ചെയ്തത്. അന്ന് ചെയ്ത ടൈമിൽ ചെറി വരച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടേയുള്ള വാശിയായിരുന്നു ചെറി വെച്ചിട്ട് എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ള സംഭവം ചെയ്യണമെന്ന്. ഈ ഒരു ഡിസൈൻ വരയ്ക്കുമ്പോൾ തൊട്ടേ എൻ്റെ മൈൻഡിൽ ഫ്ലോപ്പ് ആവും എന്നായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന പാറ്റേൺ പേപ്പർ ഈ ഒരു ചെറിയുടെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറക്കണ്ട. ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെ നമുക്ക് വേറെയും കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ബാക്ക്ഗ്രൗണ്ട് പിങ്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള പേസ്റ്റൽ കളേഴ്സൊക്കെ കൊടുത്താൽ കുറച്ചുകൂടി അടിപൊളിയാവും. ഇനി അടുത്തത് നമ്മുടെ നാലാമത്തെ ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബ്ലൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈനിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സെയിം ഡിസൈനാണ് ഞാൻ യെല്ലോ കളറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യാൻ വേണ്ടി ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഗ്രിഡ് ലൈൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെ ഡയഗണലാക്കി ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ഒരു സെയിം പാറ്റേൺ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ഡിസൈൻസും എടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കോളംസ് ഒക്കെ ജസ്റ്റ് ബ്ലൂ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേറെ ഡിസൈൻ കിട്ടും. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഡിസൈൻ. അപ്പോൾ അതും ഗ്രിഡ് ലൈൻ ആണ്. ഇത്രയും നേരം നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സൊക്കെ അല്ലേ യൂസ് ചെയ്തോളുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇത് ഗ്രീൻ വെച്ചിട്ട് ചെയ്യാമെന്ന്. ഗ്രീന് ക്യൂട്ട് അല്ല എന്നല്ല, പക്ഷേ പേസ്റ്റൽ ഗ്രീൻ ആണ് കുറച്ചുകൂടി ക്യൂട്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യം ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതുപോലെ കുഞ്ഞ് ലൈൻസും കൂടി വരച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ ചെയ്ത ബ്ലൂ പാറ്റേൺ പേപ്പറിൻ്റെ ഡിസൈനും ഈ ഒരു പാറ്റേൺ പേപ്പറിൻ്റെ ഡിസൈനും എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ വലിയ തരക്കേടില്ല എന്നും തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയണേ. ഇനി നമ്മുടെ ലാസ്റ്റ് പാറ്റേൺ പേപ്പർ, അതായത് നമ്മുടെ 6th പാറ്റേൺ പേപ്പർ. ഈ ഒരു ഡിസൈൻ പിൻട്രസ്റ്റിലോ അവിടെ ഇവിടെ ഒന്നും കണ്ടതല്ല. പെട്ടെന്ന് മൈൻഡിൽ വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങോട്ട് വരച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ വയലറ്റ് കളർ എടുത്തിട്ട് കുറച്ച് ബോൾസും കാര്യങ്ങളും വരച്ചു കൊടുത്തു. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ലീവ്സൊക്കെ വരച്ചു കൊടുത്തു. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും വെറൈറ്റിയും ക്യൂട്ടും അടിപൊളിയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് കിട്ടും. ഇനിയിപ്പോൾ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടി ജേർണലിംഗ് സപ്ലൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ടോട്ടൽ 6 ഡിസൈൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണം. അതുപോലെ തന്നെ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനി എന്താ വീഡിയോ വേണ്ടതെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.